പറയുക എന്നൊരു കർത്തവ്യമാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു. കാലത്തിൻ്റെ അനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു പുരോഹിതൻ നമുക്ക് നല്ല നിർദ്ദേശങ്ങൾ തന്നു. പ്ലീസ് നമ്മൾ വർത്തമാനം പറയരുത്. കാരണം ഒരു ഔദ്യോഗികമായ ഒരു പരിപാടിയുടെ നന്ദി പറയേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ കേൾക്കണം. കാരണം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പല വ്യക്തിത്വങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെ കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ ആൾക്കാരാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. 10 മിനിറ്റ് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അതിൻ്റെ അപ്പുറം പോവില്ല. ഓക്കെ. നമുക്ക് വേണ്ടി മുഖ്യപ്രഭാഷണം നടത്തിയ ഡെപ്യൂട്ടി GST കളക്ടറായി റിട്ടയർ ചെയ്ത മോളി ജോയ്. മോളി ചേച്ചിനെ എനിക്ക് 1994 എനിക്ക് പരിചയമുണ്ട്. പുഷ് ചേച്ചിക്ക് എന്നെ അറിയില്ല. ജോയിച്ചാണ് ഞാനും കൂടിയാണ് ഞാൻ 92 ബോംബെയിലെത്തിയെങ്കിലും 94 ഞാൻ ജോയിച്ചാൻ്റെ കൂടെ ഒരു കാറുമായിട്ട് ഒരുമിച്ച് ബോംബെയിൽ നിന്ന് തിരിച്ചു വന്ന ആൾക്ക് പറഞ്ഞപ്പോൾ ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല നല്ല കുടുംബങ്ങൾ ബന്ധങ്ങൾ എങ്ങനെ വേണമെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് മോളി ചേച്ചി വളരെ വിശദമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ അധ്യക്ഷനായിട്ട് നമ്മുടെ ശ്രീനിവാസൻ പറമ്പിക്കാട്ടിൽ നമ്മളെല്ലാവരും പാപ്പൻ എന്ന് വിളിക്കുന്ന സീനിയർ. ഞാൻ 1992 ജൂലൈ മാസത്തിൽ ഞാൻ പനവല്ലിൽ നിന്ന് ബോംബെയിലെത്തിയെങ്കിലും പനവല്ലിലെത്തിയത് 2 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. അന്ന് അവിടെ വരുമ്പോൾ ശ്രീനിചേട്ടൻ ഓട്ടോഗേരയിൽ സൂപ്പർവൈസർ അങ്ങനെ തോന്നേ ആൾക്കൊരു നീലയും ഷർട്ട് സൈക്കിള് ഇട്ട് ജെയിംസ് ചേട്ടൻ്റെ വർക്ക്ഷോപ്പിലേക്ക് എപ്പോഴും പോണേ കാണാറുണ്ട്. അന്ന് തുടങ്ങിയ ആ സൗഹൃദം നമ്മുടെ എല്ലാവരുടെയും വളർച്ചകളും തളർച്ചകളും കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ്. കാരണം സജിനേച്ചോടെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അന്നൊക്കെ ഈ ബോംബെക്ക് പോയപ്പോൾ ഒത്തിരി പൈസയൊന്നും കൊണ്ടുപോയിട്ടുള്ള ആരോട് പോയേക്കണേ, വളരെ ചുരുക്കം പേരുണ്ടാവുള്ളൂ. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്കാണ് നമ്മൾ ബോംബെയിലേക്ക് ചെന്ന് പോയി ബോംബെയിലേക്ക് വണ്ടി കയറിയിരുന്നത്. കാരണം ഞാനൊക്കെ ബോംബെക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ കാണുന്നത് ഒരു 500 രൂപ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ ബോംബെക്ക് പോയ ഒത്തിരി കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നല്ലതുണ്ട് ചീത്തയുണ്ട്. അതൊക്കെ നമ്മുടെ പ്രായത്തിൻ്റെ അനുസരിച്ചുള്ള ബലഹീനതകൾ എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ കൂടെ ഞാൻ സുബ്രയുടെ വർക്ക്ഷോപ്പിലായിരുന്നു ഞാൻ പണി പഠിച്ചത്. അന്ന് സുര അവിടെ വന്നു, പിന്നെ പിച്ചു, അതുപോലെ തന്നെ CD ഫ്രാൻസിസ് ആണ് അവിടെ ഇരിക്കുന്നുള്ളൂ. അന്ന് ഞാൻ ചെല്ലുമ്പോൾ ഏറ്റവും ചങ്കുറ്റത്തോടെ ഏത് കാര്യത്തിനും മുന്നിൽ നിന്നൊരു വ്യക്തിത്വമാണ് CD ഫ്രാൻസിസ് ആണ്. കാരണം ആരെ തല്ലാനായാലും പിടിക്കാനായാലും ഫ്രാൻസ് ആണെന്ന് പറഞ്ഞാൽ ഒരു ധൈര്യമാണ് മലയാളികളുടെ ഇടയിൽ പല കാര്യങ്ങൾക്കും. കാരണം വ്യക്തി ജീവിതത്തിലേക്ക് ആൾ മാറി കുറേ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ആളൊന്ന് ഒതുങ്ങി വന്നു സംശയമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല ഞങ്ങളുടെയൊക്കെ ഒരു മുതലാളിയാണ് CL ജെയിംസ്, ജോയിച്ചേട്ടൻ്റെ അനിയൻ. ആളുടെ വർക്ക്ഷോപ്പിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ആളെ ഗ്രൂപ്പിൽ അംഗമായിട്ടില്ല എന്ന് തോന്നണേ. അത് വ്യക്തിപരമായ കാരണങ്ങളായിരിക്കും. എന്നിരുന്നാലും നമ്മുടെ ഈ ഗ്രൂപ്പിൽ വന്ന പല മുഖങ്ങള് ഇവ ചന്ദ്രചേട്ടൻ അന്ന് ഇന്ന് ഞാൻ കാണുമ്പോൾ ഒരേപോലെ ഇരിക്കുന്ന ആളാണ്. അതൊക്കെ അന്ന് അത്യാവശ്യം സ്കൂട്ടറൊക്കെ ഓടിച്ച് ഞാനൊക്കെ കാണാറുണ്ട്. ഇവരുടെ വൈകുന്നേരങ്ങളിലുള്ള സമയം പോക്കുകള് നല്ല നല്ല ഒരിക്കലും ഇവര് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുന്ന ഇവരിൽ കൂടി നമ്മൾ കണ്ടേ. ശ്രീനേട്ടൻ, ചന്ദ്രേട്ടൻ, ഫ്രാൻസ് ഏട്ടൻ, ജെയിംസ് ഏട്ടൻ, അതുപോലെ തന്നെ വിൽസ് ചേട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ അതിനേക്കാൾ ഉപരി ഞങ്ങളെ കാണുന്ന തൊഴിലാളികളായിരുന്നു. ഞാൻ ബിജു ആൻഡു ഇവിടെ വന്നിട്ടില്ല. പിന്നെ ബൈജു അതിന് ശേഷം നമ്മുടെ ഇവിടെ വന്നത്. ഒത്തിരി ബുദ്ധിമുട്ടുകൾ. നിങ്ങൾ വിചാരിക്കും ബോംബെയിൽ താമസിച്ച ഫാമിലി വൈഫുമാരിവിടെ ഉണ്ടാവും. ബാത്റൂമിൽ പോകാൻ പോലും അന്നത്തെ കാലത്തിന് കാലന്ദ്ര കോൾക്കകാവില് റൂമുകളില്ല. നമ്മൾ ഒരു വെളിയിൽ പോകുന്നത് ഓപ്പൺ ആയിട്ടായിരുന്നു അന്ന് പോയിരുന്ന കാലഘട്ടങ്ങളിലല്ല. കാരണം ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ഇന്ന് മക്കൾക്കൊന്നും അറിയില്ല. കാരണം പലവർക്കും നമ്മളൊക്കെ എത്തിപ്പെട്ടു. എവിടെയെങ്കിലൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മാതാപിതാക്കളുടെ ദൈവത്തിന്റെ ഒരു കരുതലായിരിക്കും, അല്ലെങ്കിൽ ഒരു നിമിത്തങ്ങളായിരിക്കും. എന്നിരുന്നാലും ഒന്നുകൊണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, ഈ ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ പാപ്പൻ ആദ്യമായിട്ട് വന്നപ്പോൾ കൂടി വന്ന് എല്ലാ ആൾക്കാരും വീടുകളിൽ പോയിരുന്നു. ഒരു ദിവസം വർഗീസേണ്ട കറുറ്റി വർഗീസേണ്ട ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആളുടെ പേരുണ്ടായിരുന്നു. ആളുടെ വീട്ടിൽ പോയി മോനാണ് ഒത്തിരി മിക്ക വർക്ക്ഷോപ്പുകളിൽ അവരുടെ വീടുകളിൽ ഉണ്ണി സുരമണിയേട്ടൻ, സുനിച്ചേട്ടൻ, ഇവരൊക്കെ വീടുകളിൽ പോയി ഉണ്ണിച്ചേട്ടൻ, ജയൻചേട്ടൻ. കാരണം ഇവിടെ നമുക്ക് എല്ലാവരുടെ പേരും നമുക്ക് ബൈഹാർട്ടാണ്. കാരണം ഭാവത്തിലും രൂപത്തിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ. എന്നിരുന്നാലും നമ്മൾ ഇല്ലായ്മയിൽ ആ പരസ്പര കാലഘട്ടത്തിൽ ഫുട്ബോൾ മത്സരം നടത്തുമ്പോൾ അതൊക്കെ ഓർമ്മയിൽ വളരെ വീറും വാശിയോടെ അന്നത്തെ ഒരു കൂട്ടായ്മയിലെ ഫുട്ബോൾ മത്സരങ്ങൾ
അതിനുശേഷം ക്രിക്കറ്റൊക്കെ ജെയിംസ് ചേട്ടനൊക്കെ അതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. പാപ്പൻ റഫറിയാണ്. അന്നും ഇന്നും ഫൈനൽ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് പാപ്പൻ ഒരു വാക്ക് പറഞ്ഞ പിന്നെ അതിനെ കുറിച്ച് ഈവൻ ജെയിംസ് ചേട്ടൻ പോലും കൂടുതൽ തർക്കിക്കാറില്ല. ഞങ്ങളുടെ കുടുംബങ്ങളിലായാലും ഇപ്പൊ ഞാനും ബൈജുമായിട്ടൊരു പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങിയിരുന്നു. അതും എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് എൻ്റെ ചെറിയ കാര്യങ്ങളാകൊണ്ട് ഞാൻ മാറിയതാണ്. അതും ബൈജുമായിട്ട് സെറ്റിൽ ചെയ്യുന്നതും പാപ്പനാണ്. അപ്പൊ പല കാര്യങ്ങളിലും പാപ്പൻ നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടായിട്ടുണ്ട്. പാപ്പന്റെ ശാരീരികാവസ്ഥകൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണേ. കാരണം ആള് ഒന്നിനെ കുറിച്ചും പറയാവാറില്ല. കാരണം ആളുകൾ ഇനി ജീവിതം കിട്ടി, ഈ ജീവിതം ഇത്ര തന്നെ കിട്ടിയതില്ല ആള് സന്തോഷിക്കുന്ന ആളാണ്. കാരണം ആൾക്ക് അസുഖങ്ങളൊക്കെ അറിയുന്നവർക്ക് ഉള്ളവരും പലരും. അതുപോലെ തന്നെ ഈ ഇന്ന് ക്ഷണം സ്വീകരിച്ചോട് വന്ന ഒത്തിരി പേരുണ്ട്. ബോംബെയിൽ നിന്ന് വന്നു, പാപ്പൻ അറിയിച്ചു. ഒത്തിരി തിരക്കുകളുണ്ടെങ്കിലും അവരെല്ലാവരും എത്തിച്ചേർന്നു. അതിനൊരു കാരണം നമ്മളെല്ലാവരും കാണണം. വേറെ ഒന്നും ആഗ്രഹിച്ചല്ല, എല്ലാവർക്കും പരസ്പരം കാണണം. ചിലരും ഉയർച്ചയുണ്ടാവും, താഴ്ചയുണ്ടാവും, വലുതുള്ള ചെറുതുണ്ടാവും. എന്നിരുന്നാലും ആ കാണാനുള്ള മനസ്സ് എല്ലാവർക്കും ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇവിടെ വരാൻ കാരണം. മെയിനായിട്ടുള്ള കാര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് എഡ്യൂക്കേറ്റഡോ ഉള്ള ആൾക്കാർ, കോപ്പറേറ്റീവോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല. ആ കാലഘട്ടത്തിൽ ആരോ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചന്ദ്രചേട്ടൻ സൂചിപ്പിച്ചു, വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. നമ്മൾ അന്ന് ഇന്ന് അഭിമാനിക്കുന്നു. നമ്മൾ ചെളിത്തൊട്ടി നടന്ന് ജീവിച്ച ആൾക്കാരാണ്. അവിടുന്ന് നമ്മളെല്ലാവരും കയറി വന്നതാണ്. കാരണം ഇന്നത്തെ പിള്ളേരൊക്കെ ഗൾഫിൽ അവിടെ നിന്ന് പോണത് അങ്ങോട്ട് പൈസ കൊടുത്ത് 30-40,000 രൂപ റൂമിന് റെന്റ് കൊടുത്തിട്ടാ നമ്മുടെ മക്കളെ പറഞ്ഞയക്കുന്നത്. യൂറോപ്പിലായാലും അന്ന് പോണത് 1 രൂപ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞതാ. അപ്പൊ ഈ പരിപാടിക്ക് വേണ്ടി എത്രയും വളരെ മനോഹരമായിട്ട് അറ്റൻഡ് ചെയ്തതാണ്. കാരണം ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും. ഈ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ക്രോഡീകരിച്ച ശ്രീനിവാസൻ പറമ്പിക്കാട്ടിലിനെ എന്റെയും ഈ കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുപ്പുണ്ടായിട്ടില്ല, ആള് TA-യിലായിരുന്നു. പക്ഷെ ഒരു കാര്യങ്ങൾക്ക് നമുക്കൊരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ അവരുടെ ഉള്ളിലെ എനിക്ക് മനസ്സിലാവും അവരുടെ ആത്മാർത്ഥത. ആള് ഈ കാര്യങ്ങൾക്കായാലും എപ്പോഴും വരുമ്പോഴായാലും എപ്പോഴും സംസാരിക്കുമ്പോഴായാലും വളരെ ആത്മാർത്ഥമായിട്ടാണ് ആള് ഇടപെട്ടിട്ടുള്ള. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ടിരുന്ന മോഹനനെ നിങ്ങളുടെ പേരിലും എൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് അറിയില്ല. ഏറ്റവും വലിയ ദാനം നേത്രദാനം എന്ന മഹാദാനമാണ്. കാരണം നമുക്ക് അതിനെക്കുറിച്ച് നല്ലൊരു ക്ലാസ് തന്നു ജോയിച്ചേട്ടൻ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത് ജോയിച്ചേട്ടനാണ്. കാരണം ഞാൻ അന്നവിടെ ആർക്കും ഇവിടെ വരാൻ പറ്റില്ല. വരാൻ പറ്റാൻ മാത്രമല്ല, ചിലവർ പെട്രോൾ അടിച്ച് വരണം, എല്ലാം കൊണ്ട് ചിലർ പിൻവലിയും. കാരണം മനുഷ്യന്റെ സാഹചര്യങ്ങളത്. അപ്പൊ ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച ജോയിച്ചേട്ടന് നമ്മുടെ കൂട്ടായ്മയുടെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. കുറച്ചു നാളായിട്ട് ചെറിയൊരു ഇതുണ്ട്. ബൈജുനും ആശംസ അറിയിച്ച ബൈജുനും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ പേരെടുത്ത് പറയേണ്ട വിസ്മയ ബിനു ബോംബെയിലുള്ളപ്പോൾ ലാസ്റ്റ് മൂവ്മെന്റിൽ ബിനു വർക്ക്ഷോപ്പൊക്കെ അവിടെ മെയിൻ വർക്കറായിരുന്നു. അന്ന് ഇന്നും വളരെ ചങ്കുറ്റത്തോടെ നിൽക്കുന്ന വ്യക്തിയാണ്. ആ ഒരു ചങ്കുറ്റം ബിനുവിന്റെ മകൾക്കും കിട്ടിയിട്ടുണ്ട്. കാരണം മക്കള് നല്ല ഉന്നതിയിലെത്താന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഭാഗ്യം, നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ഭാഗ്യം, ദൈവാനുഗ്രഹം വേണം. അതിനുവേണ്ടി മോള് പരിശ്രമിച്ചു, അവൾക്കത് കിട്ടി. നമുക്ക് മക്കളുണ്ട്, പരിശ്രമിച്ചാലേ കിട്ടുള്ളൂ. അല്ലാതെ ഒരു ആൾക്ക് എൻ്റെ മോൾക്കായാലും കാശ് കൊടുത്ത് മക്കളെ വളർത്തിയിട്ട് കാര്യമില്ല. എൻ്റെ മക്കളായാലും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ദാരിദ്ര്യം അറിഞ്ഞ് മക്കൾ വളർന്ന അവർ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. അത് എനിക്കൊരു അനുഭവമാണ് നമ്മുടെയൊക്കെ എല്ലാവരുടെയും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് വിസ്മയ ബിനുവിനും ഈ പരിപാടിക്ക് വന്ന് ആത്മാർത്ഥമായി പങ്കെടുത്തതിനും ഇനിയും ഉയരങ്ങളിലെത്തി പേപ്പറിലും ലൈവൊക്കെ നമുക്ക് വിസ്മയമിന്റെ മാച്ച് കാണട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം ഇങ്ങനൊരു കൂട്ടായ്മയിൽ നിന്ന് നമുക്ക് പറയാലോ, നമ്മുടെ കൂട്ടായ്മയിലെ ഒരു കുട്ടിയാണ്, നമ്മുടെ ഫാമിലിയിലുള്ള ആളാണെന്ന് പറയുമ്പോൾ അത് അഭിമാനമാണ്. കാരണം നമ്മൾക്ക് മറ്റുള്ളവരുടെ ഉയർച്ചകളിൽ നമ്മൾ അഭിമാനിക്കണം. അല്ല, നമ്മൾ അങ്ങനെ ഒരു കുട്ടി ഒരാൾക്ക് വ്യക്തിപരമായിട്ട് അവൻ വളരുമ്പോൾ, അവൻ പ്രസംഗിക്കുമ്പോൾ, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിച്ച് പരസ്പരം ബഹുമാനിക്കണം. എന്നാലും നമ്മൾ വിജയിക്കുള്ളൂ. അപ്പൊ വിസ്മയ മോൾക്കും പ്രത്യേകിച്ച് എൻ്റെ സ്നേഹത്തിന്റെ പേരിലും എൻ്റെ കുടുംബത്തിന്റെ പേരിലും പ്രത്യേക അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. ആശംസകൾ അറിയിച്ചു. അതെല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും ആൾക്കും നന്ദി പറയുന്നു. പിന്നെ ഇതിനോടൊപ്പം ഒരു കാര്യങ്ങളും പറയാണ്ട്, നമുക്ക് ഇതിന് സാമ്പത്തികമായി സഹായങ്ങൾ തന്ന എല്ലാവരും, ചെറുതും വലുതുമായ വിദേശങ്ങളിൽ ഇന്നിവിടെ വരാൻ പറ്റാതിരുന്ന ഒത്തിരി പേരുകളുണ്ട്. പേരുകൾ പറയുന്നില്ല, കാരണം അത് അവർക്കും വിഷമം. ഒത്തിരി പേര് സംഭാവനകൾ ശ്രീനിവാസൻ ചോദിക്കാതെ തന്നെ
കാര്യം പറഞ്ഞു. ഒരാളുടെ അടുത്ത് നമ്മളൊരു പൈസ കമ്പലായിട്ട് ചോദിച്ചിട്ടില്ല. ഇത്ര വേണം ഇങ്ങനെ വേണം പറഞ്ഞിട്ടില്ല. ഇഷ്ടമുണ്ടെങ്കിൽ പങ്കെടുക്കാം അത് പറഞ്ഞിട്ടുള്ളൂ. അതിന് എണ്ണം തരാം. ഇതിനുവേണ്ടി സാമ്പത്തികമായ ചെറുതും വലുതുമായ സഹായങ്ങൾ ചെയ്ത ഈ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും വിദേശത്തും ബോംബെയിലും നാട്ടിലുള്ള എല്ലാവരെയും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. എന്ത് കാര്യങ്ങൾക്കും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ചാരിറ്റിയുടെ കാര്യം പറഞ്ഞ പാപ്പം പറഞ്ഞപ്പോൾ വലിപ്പച്ചെറുപ്പില്ലാതെ സഹകരിച്ചു. വ്യക്തികൾ പേരൊന്നും പറയുന്നില്ല. കാരണം ഇത്രയ്ക്ക് പൈസ നമ്മുടെ ചെറിയ നമ്മൾക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ പരിമിതികളുണ്ട്. നമ്മൾ സഹായിച്ചിട്ടുണ്ട്, ഇനിയും സഹായിക്കും. പാപ്പൻ പല കാര്യങ്ങളും ഇങ്ങനെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനോടൊക്കെ സഹകരിക്കുക. ചെറിയ രീതിയിൽ 1 രൂപയായാലും സഹകരിക്കുക. 1 രൂപയായാലും 10,000 ആയാലും ലക്ഷമായാലും അതിനൊരു വിലയുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൂട്ടായ്മയ്ക്കുള്ള എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ പരിപാടി നിർത്തിക്കൊണ്ടിരിക്കണം.